നമസ്കാരം. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ ലഭിക്കുക എന്നത് ഏവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു. എന്നാൽ വിഷ്ണു പ്രീതിയിലൂടെ കുടുംബത്തിന്റെ ഐശ്വര്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വന്ന് ചേരുവാനും കുടുംബം ഉയരത്തിൽ എത്തുവാനും അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് ഏകാദശി വ്രതം. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ തിഥികൾ വരുന്ന 3 ദിവസങ്ങളിലായി നീണ്ടു കിടക്കുന്നതാണ് ഏകാദശി വ്രതം. ഹിയലോകത്ത് സുഖവും പരലോകത്ത് വിഷ്ണു സായുജ്യമായ മോക്ഷവുമാണ് ഏകാദശി വ്രതത്തിന്റെ ഫലം. എന്നാൽ ഇന്നേ ദിവസം യോഗിനി ഏകാദശി തന്നെയാകുന്നു. അതിനാൽ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ നാം വീടുകളിൽ ചെയ്യുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. അതേപോലെ തന്നെ ഇന്ന് ചില മന്ത്രങ്ങൾ ജപിക്കുന്നതും വിശേഷപ്പെട്ട ഫലങ്ങൾ ജീവിതത്തിൽ നൽകുന്നതാകുന്നു. അതിനാൽ ഇന്നേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ജപിക്കേണ്ട വിശേഷപ്പെട്ട മന്ത്രങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. ആദ്യം ഇന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. കാരണം ഈ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെയാണ് പൂർണ്ണഫലം ലഭിക്കൂ എന്നാണ് വിശ്വാസം. അതിനാൽ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ കൂടി ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക. ഇന്നേ ദിവസം അതിരാവിലെ തന്നെ എണീക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എണീറ്റ് കുളിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ഇന്നേ ദിവസം അതിരാവിലെ എണീറ്റ് കുളിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. എന്നാൽ ഏവർക്കും ഇന്നത്തെ ജീവിത സാഹചര്യത്താൽ ഇത്തരത്തിൽ ചെയ്യുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ തന്നെ ഈ പറയുന്ന കാര്യം ഏവരും ചെയ്യുക. ഇന്ന് സന്ധ്യയ്ക്ക് ഏവരും കുളിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ അല്പനേരം ഇരുന്ന് ഭഗവാന്റെ അറിയാവുന്ന മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ചില വിശേഷപ്പെട്ട വഴിപാടുകൾ കഴിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം. അതിനാൽ ഇന്ന് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നുണ്ട് എങ്കിൽ ഈ വഴിപാടുകൾ ഇന്നേ ദിവസം കഴിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. മറഞ്ഞു നിൽക്കുന്ന ഭാഗ്യം തെളിയുവാനും ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങളും കഷ്ടതകളും ഒഴിവാക്കുവാനും ഏറ്റവും ശുഭകരം തന്നെയാണ് ഈ വഴിപാടുകൾ ഇന്നേ ദിവസം കഴിക്കുക എന്നത്. എന്നാൽ ജീവിത സാഹചര്യത്താൽ ഏവർക്കും ഇത്തരത്തിൽ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കണം എന്നില്ല. അത്തരത്തിലുള്ളവർ ഈ പറയുന്ന കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുക. ഇന്നേ ദിവസം സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ച് ഭഗവാന് മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ഉയർച്ചകളും ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. സാധിക്കുന്നവർ ഇന്ന് ഭഗവാന് നേദ്യം സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. പാൽപ്പായസം കഴിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാണ്. അതിനാൽ ഇന്നേ ദിവസം നേദ്യമായി പാൽപ്പായസം ഭഗവാന് നൽകാവുന്നതാകുന്നു. ഇതിനുശേഷം ഈ നേദ്യം വീട്ടിലെ ഏവരും സേവിക്കുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. വൃത്തിയോടെയും വളരെയധികം ശുദ്ധമായ മനസ്സോടെയും ഇപ്രകാരം ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പകലുറക്കം പാടില്ല എന്ന കാര്യം. ഇന്നേ ദിവസം പകലുറക്കം ചെയ്യുന്നത് വളരെ ദോഷകരമായി മാറുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ ഇന്നേ ദിവസം കഴിവതും പകലുറക്കം ഒഴിവാക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തുളസിയെ നനയ്ക്കുക എന്നതാകുന്നു. വീട്ടിൽ തുളസിയുണ്ട് എങ്കിൽ വളരെ ശുഭകരമായ കാര്യമാകുന്നു. അതിനാൽ സന്ധ്യയ്ക്ക് മുൻപ് തന്നെ അഥവാ വൈകുന്നേരത്തിന് മുൻപ് തന്നെ ഇപ്രകാരം ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം സന്ധ്യയ്ക്ക് മുൻപ് തുളസിത്തറയ്ക്ക് 3 തവണ പ്രദക്ഷിണം വയ്ക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. അതിനാൽ സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക. എന്നാൽ ഇതിന് സാധിക്കാത്തവരാണ് എങ്കിൽ സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുകയോ വിളക്ക് കാണിക്കുകയോ ചെയ്യുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഇന്നേ ദിവസം ചില മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ്. ഈ മന്ത്രങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. ഇന്നേ ദിവസം ജപിക്കുവാൻ ഏറ്റവും ഉത്തമമായ മന്ത്രങ്ങളിൽ ഒന്നാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം. ഈ മന്ത്രം ഇന്നേ ദിവസം 108 തവണ ഏറ്റവും കുറഞ്ഞത് ജപിക്കുക. സാധിക്കുന്നവരാണ് എങ്കിൽ ഈ മന്ത്രങ്ങൾ ഇന്നേ ദിവസം കഴിവതും ജപിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. ഈ മന്ത്രങ്ങൾ നാവിൽ
വരുന്നത് പോലും വളരെ പുണ്യകരമാകുന്നു. അതിനാൽ ഈ മന്ത്രം ഇന്നേ ദിവസം കഴിവതും ജപിക്കുവാൻ ഏവരും ശ്രമിക്കുക. കൂടാതെ ഇന്നേ ദിവസം ജപിക്കുവാൻ ഏറ്റവും ഉത്തമമായ മറ്റൊരു മന്ത്രമാണ് ഓം നമോ നാരായണായ എന്ന മന്ത്രം. ഈ മന്ത്രവും ഇന്നേ ദിവസം 108 തവണ ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ഈ മന്ത്രം കഴിവതും എത്ര തവണ ജപിക്കുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ ജപിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നതാകുന്നു. മറ്റൊരു മന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രവും ഇന്നേ ദിവസം നാവിൽ വരുന്നത് പോലും ഏറ്റവും ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക. ഇന്നേ ദിവസം ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ വന്നു ചേരൂ. മന്ത്രം ഒന്നുകൂടി ജപിക്കാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ എന്ന മന്ത്രം ഇന്നേ ദിവസം കഴിവതും ജപിക്കുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു. ഈ മന്ത്രം എത്ര ജപിക്കുന്നുവോ അത്രയും ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനാൽ ഈ മന്ത്രം ഇന്ന് മാത്രമല്ല നിത്യവും ജപിക്കുവാൻ ഏവരും ശ്രമിക്കുക. ഒരു തവണയെങ്കിലും ജപിക്കുവാൻ ശ്രമിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. ഇന്നേ ദിവസത്തെ തിഥി കൂടി മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. യോഗിനി ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2023 ജൂൺ 13 9:28 AM യോഗിനി ഏകാദശി തിഥി അവസാനിക്കുന്നത് 2023 ജൂൺ 14 രാവിലെ 8:48 അതിനാൽ ഹരിവാസര സമയം വരുന്നത് ജൂൺ 14 വെളുപ്പിന് 2:48 മുതൽ അടുത്ത ദിവസം ഉച്ചയ്ക്ക് 2:48 വരെയാകുന്നു. അതിനാൽ ഈ സമയം വളരെ ശുഭകരം തന്നെയാകുന്നു. ഏകാദശി വ്രതത്തിൽ ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിനങ്ങൾ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാകുന്നു. ഹരിവാസര സമയത്ത് നടത്തുന്ന മഹാവിഷ്ണു ഭജനം പരിപൂർണ ഫലസിദ്ധി നൽകുമെന്നാണ് വിശ്വാസം. അതിനാൽ ഈ പരാമർശിച്ചിരിക്കുന്ന മന്ത്രങ്ങൾ ഈ സമയം ജപിക്കുകയാണ് എങ്കിൽ ഇരട്ടി ഫലമാണ് ജീവിതത്തിൽ വന്ന് ചേരുക. അതിനാൽ മറക്കാതെ ഈ മന്ത്രങ്ങൾ ഇന്ന് ജപിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു.